ഹലോ, നമ്മളിപ്പോൾ പോകുന്നത് തിരുവള്ളക്കാവിലേക്കാണ് കേട്ടോ. സ്കൂൾ തുറക്കാനുള്ള മുന്നേ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളും വെച്ചിട്ട് നടക്കാറില്ല. ഇന്നൊരു പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്രതീക്ഷിക്കാനുള്ള പോക്കായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ 12 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. അവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശാസ്താവാണ്. അതുപോലെ തന്നെ സരസ്വതി ദേവിയും ഗണപതിയാണ്. കുട്ടികളെ കൂടുതൽ എഴുത്തിനിരുത്തിക്കാനും അതുപോലെ നാവുനാരൻ എടുത്ത് വെക്കാനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞങ്ങളൊരു വൈകുന്നേരം പോയത്, അത് കാരണം ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് തൊഴാനും പറ്റി. സംസാരശേഷിയിലായിട്ട് കുട്ടികൾക്ക് നാവുനാരൻ എടുത്ത് വെച്ച് സംസാരശേഷി കിട്ടുന്നുള്ള അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേട്ടറിവാണ് കേട്ടോ. കുറേ നേരം കാറിലിരുന്നിട്ട് എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്കൊരു സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ചേച്ചിമാരെ കാണുന്നത്. അത് കാരണം കൊണ്ട് ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരെ കണ്ടപ്പോൾ അവരെ കൂടെ കയ്യും പിടിച്ച് നടക്കായിരുന്നു. കുറച്ച് നേരമൊക്കെ കളിച്ച് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തല്ലാവും. അമ്പലത്തിനുള്ളിലേക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കാരണം ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ എടുത്തിട്ടില്ല. എടുത്ത വീഡിയോസ് തന്നെ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കണ്ടില്ല, അങ്ങനെ വലിയ ക്ലിയറൊന്നും ഇല്ല. അവരെ കാണാണ്ടാണ് വീഡിയോ എടുത്ത് അവരെ പിടിച്ച് തല്ലും. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ എള്ളുതിരി കത്തിച്ച് ഉണ്ണികൾക്ക് നാവുനാര എടുത്ത് വെച്ച് ഞങ്ങൾ പ്രസാദം മേടിച്ച് ഞങ്ങൾ പുറത്തിരിക്കണം കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ അവിൽ വിളച്ച പ്രസാദം. അത് കുറച്ച് നേരം കഴിച്ച് അവിടെ കളിച്ച് നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ കരച്ചിലായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ വരുമ്പോൾ വരുന്നത് ഒരു കടയുണ്ട്, ഒരു ആനക്കട, ആനപ്രേമിയുടെ ഒരു കടയാണ്. പക്ഷെ അത് പൂട്ടിപ്പോയി. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് മസാല ദോശയും ചായയും കഴിച്ച് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്. മാമൻ്റെ വീട് കോടന്നൂരാട്ടാ. ഞങ്ങൾ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. ഇറങ്ങണ നേരത്താണ് ഞങ്ങൾ വിളിച്ചത്. അവിടെ ഭയങ്കര രസമാണ്. അവിടെ നിറച്ച മയിലുകളാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ നിറച്ച് മയിലും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മയിലിനൊന്നും കണ്ടില്ല. നായ്ക്കുട്ടിനെ കണ്ടു. അവർ പുറത്തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ചേച്ചിമാരുടെ ഉണ്ണികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് അവരെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് കളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നു. അവരെ കളിയും തുടങ്ങി. ചേച്ചി എന്തൊക്കെ ചെയ്യണോ അതുപോലെ തന്നെ പിള്ളേരും ചെയ്യും. എന്നിട്ട് കൃത്യം പറഞ്ഞ് വീഴും ചെയ്യും കേട്ടോ. എന്തായാലും ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഇവർ വാശി പിടിക്കണ മുന്നേ നമ്മൾ വീട്ടിലെത്താൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.